ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ അല്ലേ, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ചില സ്കൂളുകളിലൊക്കെ ആനിവേഴ്സറി പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ എല്ലാ രീതിയിലും നല്ല പ്രോഗ്രാമിലെല്ലാം പങ്കെടുപ്പിച്ച് അവർക്ക് സമ്മാനങ്ങളെല്ലാം പൊതുവേദിയിൽ കിട്ടുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷം. അതുപോലെ തന്നെ അത് കാണുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ ഭയങ്കരമായ സന്തോഷമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. പറ്റുമെങ്കിൽ ഡാൻസ്, അങ്ങനെയുള്ള പ്രോഗ്രാം, പാട്ട്, അതിലെല്ലാം അവരെ പ്രാക്ടീസ് ചെയ്യിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള UP സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അവിടെ കുഞ്ഞുങ്ങൾക്കായി ഒരുപാട് എൻഡോമെൻറ്റ് പദ്ധതികളുണ്ടായിരുന്നു, അല്ലെ, ക്യാഷ് പ്രൈസുകൾ കൊടുത്തു. അതുപോലെ സമ്മാനങ്ങൾ. ഇനി 2 മണിക്ക് നമുക്ക് ഡാൻസും പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒരേ നിറത്തിലുള്ള യൂണിഫോം എല്ലാം ഇട്ട് കുഞ്ഞുങ്ങൾ വരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം കഴിയാൻ. അതിന് ടീച്ചറിനേക്കാളും കൂടുതൽ മാതാപിതാക്കൾക്കാണ് അതിൽ പ്രധാന പങ്ക്. കാരണം ടീച്ചറിൻ്റെ അടുത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിനും മദ്യത്തിനൊന്നും അടിമയാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ വേണ്ടി മാതാപിതാക്കൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആയിട്ട് അവരെ കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം അവർ അങ്ങനെയുള്ള ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ എല്ലാ അച്ഛനമ്മമാരും നൽകുന്നുണ്ട്. അതുപോലെ അവരെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല ജോലി കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമേ അവർക്ക് ഉന്നതത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്താനായിട്ട് എല്ലാ അച്ഛനമ്മമാരും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പരീക്ഷാ സമയത്ത് മാത്രം അമ്പലത്തിൽ പോയാൽ പോരാ, അല്ലാത്ത ദിവസങ്ങളിലും രാവിലെ തന്നെ അവരെ എണീപ്പിച്ച് അമ്പലത്തിൽ വിടണം, അല്ലെ ദൈവത്തിനോട് അടുത്ത് നിൽക്കണം, അമ്പലത്തിലേക്ക് വിടണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് തൊഴുതിട്ട് എണീക്കുക, കിടക്കാൻ നേരത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലെ കൂട്ടുകൂടിയിരുന്നുള്ള പഠനം വളരെ നല്ലതാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചും പറഞ്ഞുമൊക്കെ പഠിക്കുമ്പം അവർക്കൊരു മത്സര ബുദ്ധി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ ഗൈസ്, ബൈ.